അങ്ങനെ എല്ലാ വർഷവും പോകുന്നത് പോലെ പന്തളത്ത് നമ്മൾ സ്വാമി അയ്യപ്പനെ കാണാൻ പോവാണ്. അവിടെ ബാലരൂപമാണ് അയ്യപ്പൻ്റെ, ജനിച്ച നാടല്ലേ പന്തളം. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ അയ്യപ്പനെയും കാണും, പിന്നെ തിരുവാഭരണവും കാണും. തിരുവാഭരണം കാണലാണ് പ്രധാനം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകണം. എപ്പോഴും 7 മണിക്കാണ് പോകുന്നത്. വൈകുന്നേരം 7 മണിക്ക് പോയാൽ അവിടെ 8:30ക്കാണ് നട അടയ്ക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് കയറി തൊഴാം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ പാർക്കിംഗ് പ്ലേസ് ഉണ്ട്, പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഒത്തിരി സ്വാമിമാരാണ്. അയ്യോ, ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അയ്യപ്പൻ്റെ ആ ശബരിമലയിൽ എന്തോരം ആൾക്കാരായിരിക്കും അല്ലേ. ഇവിടെ തന്നെ നീണ്ട വണ്ടികൾ ഇതൊന്നും അല്ല, ഒത്തിരി ഇടത്തുണ്ട് പാർക്കിങ്. അവിടെ എല്ലാം വണ്ടികൾ. ഇവിടെ സ്വാമിമാരെ ബഹളമാണ് ഇവിടെ. അപ്പം ഞാനൊരു കുഞ്ഞു മാല കിട്ടിയായിരുന്നു കേട്ടോ. ഓടിപ്പോയാണ് വൈകിട്ട് ഒരു 6 മണിക്കങ്ങോട്ടാണ്. തുളസി വൈകിട്ട് പിച്ചിക്കൂടാ, പക്ഷേ ഞാൻ അയ്യപ്പന് കൊടുക്കണമെന്ന് പറഞ്ഞ് മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ സന്ധ്യാസമയത്ത് തന്നെ ഓടിപ്പോയി കുറച്ച് തുളസി വെച്ച് ഒരു പിടിയെ പിച്ചുള്ളൂ. എന്നിട്ട് മാല കെട്ടുന്ന വീഡിയോ ഞാൻ ഇടണമെന്ന് പറഞ്ഞ് ഞാൻ തീർച്ചയായും ഇടാൻ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് നേരെ നടന്നു പോകണേ. ഇവിടെ എന്ത് സാധനം വേണമെങ്കിലും കിട്ടും, എന്തോരം സാധനങ്ങൾ. പക്ഷേ പെട്ടെന്ന് ധൃതിക്ക് അങ്ങോട്ട് പോകുകയാണ്. വേറൊന്നുമല്ല, ഇപ്പം മണി 7:45 8 മണിയോട് അടുപ്പിച്ച് സമയമായി കേട്ടോ. അവിടെ തിരക്ക് എല്ലാ സമയവും ഞങ്ങൾ ഭയങ്കര ക്യൂവിൽ നിന്നാണ്. പക്ഷേ എന്തായാലും ശരി, അവിടെ ചെന്നപ്പോൾ ദീപാരാധനയ്ക്ക് വേണ്ടി നട അടച്ചിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുണ്ടല്ലോ എന്ത് ചെയ്ത്, ഞങ്ങൾ ആദ്യമേ തിരുവാഭരണം തൊഴാൻ പോയി. അപ്പോൾ തിരുവാഭരണം തൊഴുതിട്ട് ഇറങ്ങുന്നതാണ്. തിരുവാഭരണം നമുക്ക് ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷമുള്ളതാണ് എവിടെയൊക്കെ തിരുവാഭരണം ഏതൊക്കെ സ്ഥലത്ത് വെക്കുമെന്നുള്ളത്. മാതൃഭൂമിയുടെ പരസ്യമാണ് കേട്ടോ ഇത്, ഏതെല്ലാം അമ്പലത്തിലുണ്ടെന്ന് വെക്കുമെന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോൾ അതേണ്ട നട തുറക്കാറായി. അപ്പോൾ കുറേ സ്വാമിമാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഒരു സാറ് വന്നിട്ട് ലൈനായിട്ട് നിർത്തി എല്ലാവരും കേട്ടോ. അപ്പോൾ ഞാൻ കെട്ടിയ മാലയാണ് ഇത്. ഞങ്ങൾ ചേട്ടൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്ത്, ചേട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊഴുത് ഒരു അരമണിക്കൂർ നിന്നെന്ന് തോന്നട്ടോ. നടയൊക്കെ തുറന്ന് ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നേരത്തെ കണ്ട ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നേ. നല്ല സ്നേഹമുള്ളായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. അവരെ പൂമാല ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിരുവാഭരണം തൊഴാൻ പോയത് കേട്ടോ. തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ കൊടുക്കാനുള്ളതില്ലേ. അപ്പോൾ തിരിച്ച് നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഓടി വന്ന് പറഞ്ഞ് പെട്ടെന്ന് വാ, ഹരിവരാസനം തൊഴാവുന്നു. എൻ്റെ ഭഗവാനെ, എൻ്റെ ചരിത്രത്തിൽ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹരിവരാസനം നേരിട്ട് കണ്ട് തൊഴുത് കേട്ടോ. ഞാനും ഗൗരിയും. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഭയങ്കര കരച്ചിലായിരുന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ എന്തോ നമുക്കറിയാതെ നമ്മളങ്ങ് കരഞ്ഞു കേട്ടോ. അവിടെ നിന്ന് എല്ലാവരും, എനിക്കൊന്നും ആണുങ്ങളും കരഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അത്രയ്ക്കെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല രസമായിരുന്നു ആ ഹരിവരാസനം. അയ്യോ, നിങ്ങൾ കേട്ട് കണ്ടു നോക്കണം. നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണോ സങ്കടമാണോ എന്തോന്ന് അറിയത്തില്ല, നമ്മളറിയാതെ കരഞ്ഞു പോകും കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾ നേരിട്ട് കണ്ട് ഇതിൽ കൂടുതൽ ഭാഗ്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കിട്ടാനില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പ്രസാദം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രസാദം എന്താണെന്ന് വെച്ചാൽ കുരുമുളകും ശർക്കരയും എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റ്. എന്ത് നല്ല എരിവാന്നറിയാം. എന്നിട്ട് അവൽ നനച്ചത്. പിന്നെ ഒരു പാത്രത്തിലാണെങ്കിൽ നമ്മുടെ അനാറ്, ഓറഞ്ച്, തണ്ണിമത്തങ്ങ എല്ലാം കൂടെ കലർന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ പോകണം. കമ്മലുകളുടെ ബഹളമാണ്. ഏതെടുത്താലും 40 രൂപ എങ്ങാണ്ടാണ്. 40 രൂപ ഇതല്ല ഏതെടുത്താലും. ഞങ്ങൾ 2-3 ജോഡി കമ്മലെടുത്ത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മാലകൾ 50 രൂപ, ഏതെടുത്താലും 50 രൂപ, ഏതെടുത്താലും 60-80 എങ്ങാണ്ടാന്ന് തോന്നുന്നു. പക്ഷെ നല്ല സൂപ്പർ മാലയാണ്, നല്ല മുത്തുമാല. അതേപോലെ എനിക്ക് ലോക്കറ്റാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ലോക്കറ്റ് കണ്ടിട്ട് ഞങ്ങൾ 2 മാല എടുത്തു. ഒന്ന് ഗൗരി എടുത്ത്, ഒന്ന് ഞാനും എടുത്തു കേട്ടോ. പിന്നെ ഞാനെടുത്തത് നമ്മുടെ വിനിജിക്ക് കൊടുക്കാനാണേ. അപ്പോൾ അതിൻ്റെ ലോക്കറ്റ് സൂപ്പറാണ്. എന്നാലും 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോവാണ്. എപ്പോൾ വന്നാലും ശരി ഞങ്ങൾ ഈ ബജ്ജി കഴിക്കാതെ പോകുന്നു. പ്രശ്നമില്ല മക്കളെ. അങ്ങോട്ട് പോയപ്പോഴേ നോക്കി വെച്ച് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തീരാറായി. അവർ കട ക്ലോസ് ചെയ്യുന്നത് വെച്ചാൽ ഹരിവരാസനം കഴിഞ്ഞല്ലോ. ഇപ്പം നട എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾ കുറവായിരിക്കും. പിന്നെ സ്വാമിമാരൊക്കെ ഇവിടെ കിടക്കാൻ വരുന്നവരൊക്കെ ഉള്ളായിരിക്കും. അപ്പോൾ എന്തായാലും ശരി, കോളിഫ്ലവർ മാത്രമേ ഉള്ളായിരുന്നു. മുളകുണ്ടായിരുന്നു, അത് തണുത്തെങ്കിൽ 2 വാങ്ങിച്ച്, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 സെറ്റ് കോളിഫ്ലവർ വാങ്ങിച്ച്, പിന്നെ 2 മുളക് ബജിയും വാങ്ങിച്ചിട്ട്. തേജു ചോദിച്ചാൽ ആർക്കെങ്കിലും വേണോ? ഞങ്ങൾ പറഞ്ഞ് വേണ്ടാന്ന്. പക്ഷേ തേജു വാങ്ങിച്ചപ്പോൾ ഞാൻ 1 കഴിച്ച്, ഫുള്ളും കഴിച്ചു കേട്ടോ. അവസാനത്തെ മാത്രം ഇച്ചിരി എരിവുണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ കളഞ്ഞേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളിനി ദോശ കഴിക്കാൻ പോവാണേ.
കഞ്ഞി വസ്ത്രമൊക്കെ അവിടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തീർന്നു. ഇത് പന്തളം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ആയുർവേദത്തിൻ്റെ ഒരു ആശുപത്രിയാണെന്ന് തോന്നുന്നത്. മറ്റേ നമ്മളെ ചികിത്സിക്കത്തില്ലേ, നടുവേദന, തലവേദന, പ്രസവ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആശുപത്രിയാണ്. ഞങ്ങളേതായാലും നമ്പരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പോകാം. ഞങ്ങൾ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ക്രോസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ വേണ്ട കാണുന്നൊരു തൃപ്തി ഹോട്ടലാണ്. നല്ല അടിപൊളിയാണ്, നമുക്ക് തൃപ്തിയാവും കഴിച്ചാൽ. ராமநாதம் மட்டும் இங்கே இல்லை. ராமநாதம் மட்டும் பெரிய பிஸி மீட்டிங் மீட்டிங். നമ്മുടെ ചേട്ടന് സനാതനധർമ്മത്തിൻ്റെ ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു 8 മണിക്ക്. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് റൂമിനകത്ത് നോക്കിയപ്പോൾ ആരും ഇല്ലായിരുന്നു, ഒരാളം കണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്നു അങ്ങ് മീറ്റിങ്ങിന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്നു. അപ്പോൾ പേപ്പറിനേക്കാളും കനം കുറവുള്ള നല്ല അടിപൊളി നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കടലക്കറി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ, കടലക്കറിയുടെ ഭയങ്കര മണമാണ്, നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു. ഏതായാലും ശരി, ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ ശരിയാണ്, അത്രയ്ക്ക് സൂപ്പറാണ്. നമ്മൾ വീട്ടിലൊക്കെ വറുത്തരച്ച് ചെയ്യുന്നത് പോലെ നല്ല അടിപൊളി ടേസ്റ്റോ മണവോ നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടലാട്ടോ കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം തൃപ്തി. ഈ ഹോട്ടൽ പോലെ തന്നെ തൃപ്തി ഹോട്ടലാണ്. തൃപ്തിയായി കഴിച്ചപ്പോൾ നല്ല പിന്നെ ദോശയും സാമ്പാറും ചമ്മന്തിയും നല്ലതായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ദോശ വീതം കഴിച്ചെല്ലാവരും കേട്ടോ. ഞാൻ 1.5 ദോശ, നവനീത് 1.5 ദോശയാണ്. ഞങ്ങൾക്ക് അത്രയും മതിയായിരുന്നു, അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ദേണ്ട ചായ കുടിക്കണം എല്ലാവർക്കും. അപ്പോഴാണ് ചായ. അപ്പോൾ ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ തന്നെ നിന്നിട്ട് ചായ കുടിക്കുവാണ്. അപ്പോൾ എന്താണ്ടൊക്കെയോ വാതോരാന്ന് ഞാൻ കുറേ പറഞ്ഞു. അപ്പോൾ എന്തായാലും ശരി, ഞങ്ങൾക്ക് ഇന്ന് ഹരിവരാസനം കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. പരിപ്പ് വട, ഉഴുന്നുവട, ഉള്ളിവട, ഏത്തക്കാപ്പം, സുഖിയൻ, ബാക്കിലെ വണ്ടിയുടെ വെക്കാൻ വരുന്നു. അപ്പോൾ പന്തളത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്നവരെല്ലാം നമ്മുടെ പന്തളത്തിൽ പോയി അയ്യപ്പനെ കാണും, തിരുവാഭരണം കാണും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാമി ശരണമയ്യപ്പ.